നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മുടെ പ്രാക്ക് കാരണം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഒരു ദോഷവും വരാൻ പാടില്ല. ഞാനതൊക്കെ എപ്പോഴും മറന്നു. വലിയ വലിയ ആളുകളാ അവര്. അങ്ങനെയുള്ളവരോട് വിരോധവും വൈരാഗ്യവും ഒക്കെ കൊണ്ടുവന്നിട്ട് എന്താ പ്രയോജനം? എനിക്കൊരു തല്ലുകൊള്ളാനുള്ള യോഗം ഉണ്ടായിരുന്നു, അത് നടന്നു. അത്രേ ഞാൻ വിചാരിക്കണുള്ളൂ. മോനെ, നിനക്ക് എന്താ പറ്റിയത്? എങ്ങനെ ചതവൊക്കെ ഉണ്ടായത്? പറയാമേ, എല്ലാം പറയാം. ആദ്യം ഉത്തരം പറയേണ്ടത് എന്നോടാ. നീ ആ ആഭരണങ്ങൾക്ക് എന്ത് ചെയ്തടാ? ദീപകേ, ചോദിക്കാൻ ഇവിടെ ഞാനുണ്ട്. എന്താ രാജു സംഭവിച്ചത്? ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അത് അല്ല മാഡം, ഗിഫ്റ്റ് വാങ്ങാൻ പോയപ്പോ എനിക്ക് ദാഹിച്ചു. വെള്ളം കുടിക്കാൻ ഇറങ്ങി എന്നെ ഏതോ ഒരു വണ്ടി വന്നിടിച്ചു. ഇടിച്ചുടനെ എന്റെ ബോധം പോയി. ആരൊക്കെയോ എന്നെ ഹോസ്പിറ്റലിലാക്കി. പിന്നെ ബോധം വന്ന ഉടനെ ഞാൻ ഇങ്ങോട്ട് വന്നതാ. കേട്ടല്ലോ, എന്റെ മോൻ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. ഞങ്ങള് പാവങ്ങളാ, പക്ഷെ ആരെയും ചതിക്കില്ല. അച്ഛാ, നിന്നെ കുറിച്ച് ഇവരെന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ? അതുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നത്. എന്താ പറയാൻ കാരണം ഉണ്ടാക്കിയതല്ലേ? ആ ആഭരണവും ആധാരവും ഒക്കെ എവിടെ? ആഭരണങ്ങൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, റൂമില്. ഞാൻ എടുത്തുണ്ട്. ഇപ്പോഴോ ദീപകേ? രാജു എല്ലാം എടുത്തോണ്ട് പോയെന്നല്ലേ നീ കുറ്റപ്പെടുത്തിയത്? രാജു ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോഴും നീ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇപ്പൊ ആര് പറഞ്ഞത് ശരിയായി? നീയോ അതോ ഞാനോ? നീ ഒറ്റ ഒരുത്തനാ ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത്. നീ കാര്യമറിയാതെ കിടന്ന് തുള്ളി. അതുകൊണ്ട് എന്താ ഉണ്ടായത്? സ്വന്തം അനിയത്തിയുടെ കല്യാണം എന്താ മുടങ്ങാൻ പോവുക? സ്വന്തം കുടുംബത്തിന്റെ അടിവേര് തന്നെയാ നീ വെട്ടിയത്. അതൊരിക്കലും ഒരാങ്ങള എന്ന പേരിൽ നീ ചെയ്യാൻ പാടില്ലായിരുന്നു. ക്ഷമിക്കണം പ്രതാപൻ സാറേ. ഇവിടെ നടന്ന സംഭവങ്ങൾ കണ്ടപ്പോ ദീപക് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഞാനും കരുതിപ്പോയി. ഇവൻ ഒറ്റ ഒരുത്തനെ എല്ലാം വരുത്തി വെച്ചത്. തെറ്റായി ഇവൻ ചെയ്തത്. ആർത്തിയൊക്കെ ആവാം, പക്ഷേ ഒന്നും അധികം ആവരുത്. പെണ്ണിന്റെ വീട്ടുകാർ തരുന്ന പൊന്നും പണവും തൂക്കി നോക്കി ആവരുത് ഒരു പെണ്ണിന്റെ ജീവിതത്തിലേക്ക് കൂട്ടേണ്ടത്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയാൽ നല്ലത്. രാജു നിരപരാധിയാണെന്ന് മനസ്സിലായല്ലോ. ആ നിലയ്ക്ക് അവന്റെ അച്ഛനോട് നീ മാപ്പ് ചോദിക്കണം. അതിനൂടെ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായതെന്നോ? രാജുവിന്റെ അച്ഛനെ തല്ലി ഈ നിൽക്കുന്ന ദീപക്. എന്റെ അച്ഛനെയോ? അതിനാ മാപ്പ് ചോദിക്കാൻ പറഞ്ഞത്. അതിവൻ ചെയ്യും. പ്രതാപ, ഈ ഒരു നിസ്സാര കാര്യത്തിന് എന്റെ മകൻ ആരോട് ക്ഷമയൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അതിന്റെ ആവശ്യമില്ല. രാജുവിന്റെ അച്ഛനെ ദീപക് അപമാനിച്ചു. അതിന് ഇവൻ മാപ്പ് ചോദിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ദീപക് പിന്നെ എന്റെ വീട്ടിൽ കയറില്ല. പുറത്താക്കും ഞാനിവനെ. വീട്ടിൽ നിന്ന് മാത്രമല്ല, എന്റെ ജീവിതത്തിൽ നിന്നും. ക്ഷമിക്കണം. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. മതിയല്ലോ, ഇനി കെട്ട് നടക്കട്ടെ. അതെ, മുഹൂർത്തത്തിനുള്ള സമയമായി. ചടങ്ങുകൾ തുടങ്ങാം. എന്റെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ട് പ്രതാപൻ സാറേ. ഞാൻ കുറച്ച് തിടുക്കം കാണിച്ചു. സംഭവിച്ചതെന്തെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ്
ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. പ്രതാപ സാർ എനിക്ക് മാപ്പ് തരണം. ഞാൻ മൂലം എന്തെങ്കിലും മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കണം. താലി കെട്ട് നടക്കട്ടെ. എന്റെ മോൻ സാനിയെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. നമ്മൾ കുറച്ച് കൂടണ്ടേ? എന്തിനാ? നമ്മളവരുടെ ബന്ധുക്കളൊന്നും അല്ലല്ലോ. അവിടെ കൂടി. കണ്ടോടി, പൂക്കള് കിട്ടത് കണ്ടാ? പൂക്കള് ഇത് കിട്ടണോന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. അപ്പോഴേക്കും ആ കുട്ടി പൂക്കളായിട്ട് വന്നത് കണ്ട. ദൈവം എന്തൊക്കെയോ കണക്ക് കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് രാധമ്മേ. ഇനി ഇവിടെ പലതും നടക്കും. നടക്കും നടക്കും. കുറച്ചു മുമ്പ് ഇവിടെ നടന്നോന്നും മറന്നിട്ടില്ലല്ലോ. മിണ്ടാതെ ഒരു ഭാഗത്തിരിക്കുന്നത് നല്ലത്. ഋതു, രാജു, രാജു ഇപ്പൊ തന്നെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. സ്വന്തം അച്ഛന്റെ ദേഹത്താ ഇവിടെയുള്ള ഒരുത്തൻ കൈവച്ചത്. അത് ഒരിക്കലും മറക്കാൻ പാടില്ല. ഇനി ഇവിടെയുള്ള ജോലി രാജുവിന് വേണ്ട. ഇന്ന് തന്നെ അത് ഉപേക്ഷിക്കണം. ഞാൻ ഇവിടെ നിൽക്കുന്നത് വർമ്മ സാറിന് വേണ്ടിയാ. വർമ്മ സാറിനോട് എനിക്ക് അത്രയ്ക്ക് കടപ്പാടുണ്ട്. ഒരു കഥയില്ലാത്ത ചെറുക്കനാ ആ ദീപക്ക്. പ്രായം പോലും നോക്കാതെയല്ലേ അവൻ തല്ലിയത്. എന്നിരുന്നാലും ശപിക്കാനൊന്നും പോവണ്ട. മനസ്സുകൊണ്ട് അവന് മാപ്പ് കൊടുത്തേക്ക്. ഒരു മംഗളകർമ്മം നടക്കുകയല്ലേ. നമ്മുടെ പ്രാക്ക് കാരണം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഒരു ദോഷവും വരാൻ പാടില്ല. ഞാനതൊക്കെ എപ്പോഴും മറന്നു. വലിയ വലിയ ആളുകളാ അവര്. അങ്ങനെയുള്ളവരോട് വിരോധവും വൈരാഗ്യവും ഒക്കെ കൊണ്ടുവന്നിട്ട് എന്താ പ്രയോജനം? എനിക്കൊരു തല്ലുകൊള്ളാനുള്ള യോഗം ഉണ്ടായിരുന്നു, അത് നടന്നു. അത്രേ ഞാൻ വിചാരിക്കണുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.